നമുക്ക് ആ മീറ്റിംഗിൽ അത്തരം റോഡുകളെ കൊണ്ട് തീരുമാനാക്കിക്കാം. ഇനി അത് നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് സമരത്തിനൊക്കെ ഇറങ്ങാം. ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വടകരയിൽ ജല അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു. ഒഞ്ചിയം പഞ്ചായത്തിൽ ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പിടുന്നതിന് കീറിമുറിച്ച റോഡുകൾ നന്നാക്കാൻ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷർണ രാഘവനെ ഉപരോധിച്ചത്. വൈകിട്ട് തുടങ്ങിയ ഉപരോധം ഏറെ നേരം നീണ്ടു. വടകര പോലീസ് സ്ഥലത്തെത്തി. ഫെബ്രുവരിയിൽ ഈ ആവശ്യം ഉന്നയിച്ച സമരം നടത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ചർച്ചയിൽ മെയ് മാസം കാലവർഷം തുടങ്ങുന്നതിന് മുൻപായി റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കുമെന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ പകുതി റോഡുകൾ പൂർത്തിയാക്കിയ ശേഷം കരാറുകാരൻ പിന്മാറുന്ന സ്ഥിതിയുണ്ടായി. പല റോഡുകളിലും കാൽനടയാത്ര പോലും ദുസ്സഹമാണ്. ഈ സാഹചര്യത്തിലാണ് ഉപരോധം ഏർപ്പെടുത്തേണ്ടി വന്നതെന്നും 26-ന് കെ രമ MLAയുടെ നേതൃത്വത്തിൽ ചർച്ച വിളിച്ചിട്ടുണ്ടെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഉപരോധം പിൻവലിച്ചതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്ത് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു സമരം നടത്തേണ്ടി വന്നത് കഴിഞ്ഞ ഫെബ്രുവരി മാസം ഞങ്ങളിവിടെ ഒരു സമരം ചെയ്യുകയും ആ സമരത്തിൻ്റെ ഭാഗമായി അന്ന് SC ഉൾപ്പെടെ വടകര CA ഉൾപ്പെടെ ഉണ്ടാക്കിയ ഒരു രൂപം ഒഞ്ചിയം ഗ്രാമപഞ്ചായത്തിലെ 33 റോഡുകൾ വളരെ അടിയന്തരമായി മാർച്ച് 31 ചെയ്യുമെന്നും അതിനുശേഷം മെയ് മാസം കാലവർഷത്തിന് മുമ്പായി ഗ്രാമപഞ്ചായത്തിലെ ബാക്കി എല്ലാ റോഡുകളും ചെയ്തു തീർക്കുമെന്നാണ് നമ്മളോടന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ഈ പറയാവുന്ന 33 റോഡിന് പകരം 10-27 റോഡിൻ്റെ പണി പൂർത്തീകരിച്ചതിന് ശേഷം പൂർണ്ണമായും കരാറുകാരൻ പിൻവാങ്ങുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അത് ഞങ്ങൾ പല പ്രാവശ്യം കാലവർഷത്തിന് മുമ്പേ തന്നെ പല പ്രാവശ്യം KWAയുടെ ഉദ്യോഗസ്ഥരെയും താലൂക്ക് ഭരണാധികാരികളെയും ജില്ലാ ഭരണാധികാരികളെയും എല്ലാം കൃത്യമായി അറിയിച്ചിട്ടും ഒരു അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന ഒരു ഏർപ്പാടാണ് കണ്ടത്. അപ്പോൾ കാലവർഷം കുറച്ചുകൂടി പിറകോട്ട് പോയി, കാലാവസ്ഥ നന്നായി. ഇപ്പോൾ ഈ പറയാവുന്ന റീതാറിങ്ങും കോൺക്രീറ്റ് പണികളൊക്കെ നാട്ടിൽ നടക്കുന്ന സമയത്ത് വീണ്ടും ഞങ്ങൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പേ ഇവിടെ വന്നു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. മാവിലക്കുന്ന് റോഡ്, മിക്സ്മാക്സ് റോഡ്, അതേപോലെ വിരലിലെണ്ണാവുന്ന ചാലിൽ സ്കൂളിലേക്കൊക്കെ പോകുന്ന വൺമണി സ്കൂളിലേക്ക് പോകുന്ന റോഡ്, അങ്ങനെ ഒരു 5-8 റോഡിലൂടെ കാൽനട യാത്ര പോലും ദുസ്സഹമായ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ വന്നത് എന്നും അതിൻ്റെ ഗൗരവത്തിൽ തന്നെ ഇടപെട്ട് അടിയന്തരമായും അത്തരം റോഡുകളെങ്കിലും അടിയന്തരമായ റീസ്റ്റോറേഷൻ പ്രവൃത്തി നടത്തിത്തരണമെന്ന് പറഞ്ഞിട്ടും ഒരു നീക്കവുമില്ലാത്ത ഒരു ഗതികെട്ട സമയത്താണ് ഗ്രാമപഞ്ചായത്ത് ഒരു ഭരണസമിതിയിൽ ഞങ്ങൾ ചർച്ച ചെയ്തു. നമുക്കെല്ലാവർക്കും ഈ പ്രശ്നം പരിഹരിക്കാനായി വാട്ടർ അതോറിറ്റിയുടെ മുമ്പിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ സഹപ്രവർത്തകരിൽ ഈ പറയാവുന്ന മറ്റ് ചില രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയൊക്കെയുള്ള സഹപ്രവർത്തകർ പറഞ്ഞു നമുക്ക് പോസ്റ്റ് ഓഫീസിലേക്ക് പോകാമെന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന രീതിയിൽ കൂടി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ് ഈ ദിവസം ഞങ്ങൾ തിരഞ്ഞെടുക്കുകയും ഇവിടെ വരികയും ഇവിടെ നിന്ന് ഒന്നുകിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുക, അല്ലെങ്കിൽ ഈ പറയാവുന്ന നിയമലംഘന സമരത്തിൻ്റെ ഭാഗമായി ജയിൽ കിടക്കുകയാണെങ്കിൽ അങ്ങനെ. കാരണം ഈ ഒഞ്ചിയം ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഇതിലപ്പുറത്തേക്ക് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ വടകരയുടെ പ്രിയപ്പെട്ട MLA ശ്രീമതി കെ രമ നിർദ്ദേശിച്ചതനുസരിച്ച് 26-ാം തീയതി അദ്ദേഹം യോഗം വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് അദ്ദേഹം ഉറപ്പു തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ MLAയുടെ നേതൃത്വത്തിൽ തന്നെ ഈ സമരം കുറച്ചുകൂടി വിപുലപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ന് ഈ സമരം താൽക്കാലികമായി ഇവിടെ അവസാനിപ്പിക്കുകയും 2-3 ദിവസം കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നില്ലെങ്കിൽ വീണ്ടും വലിയ ജനങ്ങളുടെയൊക്കെ സഹായത്തോടുകൂടി ഒരു വലിയ സമരത്തിലേക്ക് ഒരു നാട് മുന്നോട്ടേക്ക് പോകേണ്ട ആവശ്യമാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അങ്ങനെയില്ലാതെ പ്രശ്നം പരിഹരിക്കാൻ വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ഇതിനാവശ്യമായ പണം, ഇത് കേരള സർക്കാർ പണം കൊടുക്കാത്തതാണ്, ബില്ല് കൊടുക്കാത്തതാണ് പ്രശ്നമെന്ന് കരാറുകാരൊക്കെ പറയുന്നുണ്ട്. നിർബന്ധിച്ചപ്പോൾ ഞങ്ങളുടെ കരാറുകാരൻ പറഞ്ഞത് ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്നാണ്. ഒരു കരാറുകാരനെ ആത്മഹത്യയുടെ വക്കിലേക്ക് തള്ളിവിടാൻ പറ്റാവുന്ന രീതിയിലേക്ക് കേരള സർക്കാരിൻ്റെ തലതിരിഞ്ഞ നയം കൂടി ഇതിനകത്തുണ്ട്. അതൊക്കെ തിരുത്തി ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം എന്നാണ് ഞങ്ങൾക്ക് ഐക്യകണ്ഠേന പറയാനുള്ളത്. കൺമുന്നിലുള്ളത് കാണാൻ എന്തിന് ഫിലാഡൽഫിയ വരെ പോണം? ഫരീദ ഓപ്റ്റിക്സ് ഉള്ളപ്പോൾ ഇനി കാഴ്ചകൾക്കും തെളിമയേറും. ഫരീദ ഓപ്റ്റിക്സ് വടകര, ഇനി എല്ലാം തെളിഞ്ഞു കാണാം.